ദിവസേന വെറും 21 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷാധിപതിയാവാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും അത് സാധ്യമാണ് ഡെയിലി മ്യൂച്വൽ ഫണ്ട് SIP-യിലൂടെ. അതുമാത്രമല്ല, നിങ്ങൾ 21 രൂപ ദിവസേന നിക്ഷേപിച്ചാൽ 22,73,201 രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഈ 51 രൂപ നിക്ഷേപിച്ചാൽ 55,20,632 രൂപ, 101 രൂപ നിക്ഷേപിച്ചാൽ 1,09,33,017 രൂപ, 151 രൂപ നിക്ഷേപിച്ചാൽ 1,60,00,000 മുകളിൽ തുക നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ പേരാണ് ഡെയിലി SIP. ബോസ് ഓല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. എന്താണ് ഡെയിലി SIP എന്ന് പറയുന്നത്? ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതിൽ നിന്നും റിട്ടേൺ കിട്ടുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഡെയിലി SIP സുരക്ഷിതമാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും മുഴുവനായിട്ടും കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി SIP എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ഡെയിലി SIP-യിൽ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നത് ലൈവായിട്ട് എന്റെ ഫോണിൽ ലോഗിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമാണ്. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ തുകകൾ നമ്മൾ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ്. പ്രതിമാസം 3,000, 5,000, 10,000 ഇങ്ങനെയുള്ള തുകകളാണ് നമ്മൾ ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ പലർക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബാധ്യതയായി മാറുമോ എന്നുള്ള സംശയവും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള എല്ലാവിധ സംശയങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബാധ്യതയല്ല, അതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി ആണ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഡെയിലി SIP എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ ദിവസേന ഒരു തുക SIP-യിലേക്ക് നിക്ഷേപിക്കുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതാണ് SIP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും റിട്ടേൺ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോസസ്സാണ് SIP-യിലൂടെ നടപ്പിലാവുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദിവസേന ഏറ്റവും കുറഞ്ഞത് വെറും 21 രൂപ നിങ്ങൾക്ക് മിച്ചം വെക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് 21 രൂപ SIP-യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും 22 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഡെയിലി SIP, നമ്മൾ ദിവസേന നിക്ഷേപം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, SIP-യിലേക്കുള്ള ഡെയിലി നിക്ഷേപം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത്? പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസ് തൊട്ട് വീട്ടമ്മമാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ, ഓട്ടോ ഡ്രൈവർ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സാണ് ഡെയിലി SIP. കാരണം നിക്ഷേപ തുക ഏറ്റവും കുറഞ്ഞത് 21 രൂപ മാത്രമാണ്. ഒരു ദിവസം വെറും 21 രൂപ നിങ്ങൾക്ക് മിച്ചം വെക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇക്കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡെയിലി SIP. അത് മാത്രമല്ല, വലിയ വരുമാനം ഉള്ള ആളുകൾക്കും ഇതിലേക്ക് നിക്ഷേപിക്കാം. 21 രൂപ നിക്ഷേപിച്ചാൽ ലക്ഷാധിപതിയാവാം. ഇനി അതല്ല, 101 രൂപ നിക്ഷേപിച്ചാൽ കോടീശ്വരനാവാനുള്ള ഒരു ചാൻസ് പോലും ഇതിനകത്തുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഡെയിലി SIP ചെയ്യുന്നത്? ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് Paytm Money എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇത് Paytm Moneyയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. കൃത്യമായിട്ട് Paytm Moneyയിലാണ് അവർ ഇപ്പോൾ ഡെയിലി SIP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Paytm നമുക്കറിയാം, നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ് Paytm എന്ന് പറയുന്നത്. Paytm അല്ലാതെ Paytm Money എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി SIP ചെയ്യാനുള്ള, അല്ലെങ്കിൽ ദിവസേന SIP-യിലേക്ക് നിക്ഷേപിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Paytm ആപ്പിലും ആക്ച്വലി SIP ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അവിടെ ഉള്ളതെല്ലാം റെഗുലർ മ്യൂച്വൽ ഫണ്ട് ആണ്. പക്ഷേ Paytm Money ആപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന SIP-യുടെ പ്രോസസ്സ് അത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. സോ Paytm-ലും Paytm Moneyയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് Paytm-ൽ റെഗുലർ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Paytm Moneyയിൽ അത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. Paytm-ൽ റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ 1.4% എന്ന് ഞാൻ എഴുതിയതായിട്ട് കാണാം. അതുപോലെ Paytm Moneyയിൽ 0.7% എന്നും എഴുതിയായിട്ട് കാണാം. ഈ ഒരു ശതമാനം എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. എന്താണ് എക്സ്പെൻസ് റേഷ്യോ? അതൊരു കമ്മീഷൻ പോലെയാണ്. Paytm-ൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 1.4% നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു കമ്മീഷൻ പോലെയുള്ള ഒരു തുകയാണ്. പക്ഷേ Paytm Moneyയിലേക്ക് വരുന്ന സമയത്ത് അത് 0.7% മാത്രമാണ് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് പോകുന്നത്. ഇവിടെ ഇടയ്ക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരുന്നില്ല, യാതൊരു ഏജന്റും വരുന്നില്ല, ഫണ്ട് മാനേജർമാർ ആരും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് Paytm Moneyയിൽ ഏകദേശം 50% കുറവിൽ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഡെയിലി മ്യൂച്വൽ ഫണ്ട് SIP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, 50 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ എത്ര നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡെയിലി മ്യൂച്വൽ ഫണ്ട് SIP-യിലേക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. നമ്മളിവിടെ ഒരു 51 രൂപയുടെ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത്. നമ്മൾ ഈ ഒരു 51 രൂപ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് Paytm Money ആപ്പിൽ പോയിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ
ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഈ എമൗണ്ട് പോകുന്നു. അവിടെ എക്സ്പെൻസ് റേഷ്യോയും വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പേടിഎമ്മിൽ SIP ചെയ്യുന്ന സമയത്തും പേടിഎം മണി ആപ്പിൽ നമ്മൾ SIP ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന് റെഗുലർ മ്യൂച്വൽ ഫണ്ടും ഒന്ന് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുമാണ്. 50% എക്സ്പെൻസ് റേഷ്യോ കുറവാണ് പേടിഎം മണി ആപ്പിൽ നമ്മൾ SIP ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പേടിഎം മണി ആപ്പിലൂടെ ഡെയിലി SIP ചെയ്യുന്നതെന്ന് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഫോണിൽ ഞാൻ ആപ്പിൽ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് പേടിഎം, ഒന്ന് പേടിഎം മണി. ഇതിൽ പേടിഎം മണി ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. പേടിഎം മണി ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ പേജിൽ ലാൻഡ് ആയ സമയത്ത് ഇവിടെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡെയിലി മ്യൂച്വൽ ഫണ്ട് SIP ഫ്രം 21 റുപ്പീസ്, 21 രൂപ വരെയുള്ള ഡെയിലി SIP മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ 21 രൂപ വെച്ച് എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത്, അതിൽ എങ്ങനെയാണ് റിട്ടേൺ വരുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏതൊക്കെ ഫണ്ടിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ആക്ച്വലി ഇതിൽ ഒരു ഫണ്ട് മാത്രമല്ല, ഒരുപാട് ഫണ്ട് ഉണ്ട്. നമ്മുടെ കപ്പാസിറ്റിക്ക് കണക്കായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഫണ്ട് ഏതാണ്, അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഡെയിലി SIP കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്നും എക്സിറ്റ് ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് നൗ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ കാണാം ICICI Prudential ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, എന്ന് പറയുന്ന ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഒരുപാട് ഫണ്ട് ഇതിനകത്തുണ്ട്. നമ്മൾ എക്സാമ്പിൾ കാണിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫണ്ട് അല്ല. ഇതിന്റെ വാല്യൂ റിസർച്ച് നമ്മൾ നോക്കുകയാണ്. ഇവിടെ കാണാം 5 സ്റ്റാർ റേറ്റിംഗ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ 3 വർഷം ലാസ്റ്റ് 3 ഇയേഴ്സിൽ 74.84% റിട്ടേൺസ് ഇവിടെ കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയാണ്, ഈ ഫണ്ടിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ ഏത് ഫണ്ട് നോക്കുന്ന സമയത്തും അതിന്റെ അവസാന 3 വർഷത്തെ റിട്ടേൺ പെർസെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല റിട്ടേൺ, മികച്ച റിട്ടേൺ പെർസെന്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ഫണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു ഹിസ്റ്ററിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വാല്യൂ റിസർച്ച് റേറ്റിംഗിൽ എത്ര സ്റ്റാർ ഉണ്ട് എന്ന് നോക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫണ്ടും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിലും വാല്യൂ റിസർച്ച് റേറ്റിംഗ് 5 സ്റ്റാർ തന്നെയാണ്. ഇതുപോലെ തന്നെ നിരവധി ഫണ്ടുകൾ ഇവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. HDFC ഫ്ലെക്സി ക്യാപ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഇവിടെ കാണാം. അതുകൂടാതെ കോട്ടാക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് കാണാം. പക്ഷേ ഇവിടെ വാല്യൂ റിസർച്ച് ഗ്രോത്ത് എന്ന് പറയുന്നത് 4 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഫണ്ടുകളുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫണ്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി റിസർച്ച് ചെയ്ത് സെലക്ട് ചെയ്യണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സെലക്ട് ചെയ്ത് താഴെ നോക്കൂ, 21, 51 രൂപ, 101 രൂപ, 151 രൂപ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡെയിലി എത്രയാണോ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ആ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഇഷ്ടമുള്ള എമൗണ്ട്, നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ ഡെയിലി SIPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിന് പറ്റുന്നത് ആ എമൗണ്ട് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള തുക നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 151 രൂപ എനിക്ക് ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 151 രൂപ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം SBI ബാങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്റെ ബാങ്ക് അക്കൗണ്ട് SBI ബാങ്ക് അക്കൗണ്ട് ആണ്. ഇത് നമ്മൾ ഓട്ടോ പേ 151 എന്ന് പറയുന്ന 151 രൂപ ഓട്ടോ പേ പോകുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇന്ന ടൈമിൽ 151 രൂപ നമ്മുടെ SBI അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്റെ KYC ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ആപ്പിനകത്ത് ചെയ്തു, ലിങ്ക് ചെയ്തു. നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ KYCയും കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും പേടിഎം മണിയും തമ്മിൽ ലിങ്ക് ആവുകയുള്ളൂ. ഇത് പേടിഎം മണിയുടെ പ്രൊമോഷൻ അല്ല. എങ്ങനെയാണ് ഡെയിലി SIP ചെയ്യേണ്ടത്, ഇത് പേടിഎം മണി എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ആണ്. നിങ്ങൾക്ക് SIP ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ ആണ് പേടിഎം മണി ആപ്പ് എന്ന് പറയുന്നത്. ഇത് പേടിഎം മണി ആപ്പിന്റെ പ്രൊമോഷൻ അല്ല എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇതുപോലെ മറ്റേതെങ്കിലും ആപ്പ് നമുക്ക് ഡെയിലി SIP ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോസസ്സിലൂടെ SIPയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആപ്പ് വന്നാൽ തീർച്ചയായും ആ ആപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഓട്ടോ പേ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ടൈം ആവുന്ന സമയത്ത് എന്റെ SBI അക്കൗണ്ടിൽ നിന്നും 151 രൂപ ഇതിലേക്ക് ഡെയിലി SIPയിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നതാണ്. ഇവിടെ ഞാൻ സെറ്റ് ഓട്ടോ പേ കൊടുക്കുകയാണ്, അതായിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവർ യൂണിറ്റ് തരും. പക്ഷെ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് അപ്പം തന്നെ അത് റിഫ്ലക്ട് ആവില്ല. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എത്ര യൂണിറ്റ് ആണോ കിട്ടിയത് അത് റിഫ്ലക്ട് ആവുകയുള്ളൂ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഏതൊക്കെ ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിച്ചത് അതിന്റെ ഒരു പിക്ചർ അതിനകത്ത് വരും. ഒരു 2-3 ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള 2-3 ദിവസം കഴിഞ്ഞാൽ അത് അവിടെ റിഫ്ലക്ട് ആവും. ഇനി നമുക്ക് SIP തുടങ്ങിയതിന് ശേഷം നമുക്ക് തോന്നുകയാണ് എന്റെ കയ്യിൽ പണമില്ല, ഡെയിലി ഇത്രയും എമൗണ്ട് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി തൽക്കാലം എനിക്കില്ല, തൽക്കാലം ഇത് ക്യാൻസൽ ചെയ്യാം, നിർത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്റെ ഇപ്പോഴത്തെ
SIP-യിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം ഇതിപ്പോൾ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ പോർട്ട്ഫോളിയോയിൽ അത് റിഫ്ലക്ട് ആവുകയുള്ളൂ. നമുക്ക് മറ്റൊരു SIP-യിൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രാക്ടിക്കലി ആയിട്ട് നോക്കാം. ഇവിടെ SIP ഓപ്ഷനിൽ നമുക്ക് മാനേജ് SIP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കും. ഡിലീറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് SIP കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. SIP കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബീങ് നമുക്ക് തൽക്കാലം പണം കൊടുക്കാനുള്ള വഴി നമുക്കില്ല. തൽക്കാലം നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ വിഡ്രോ ഓപ്ഷൻ അല്ലെങ്കിൽ സെൽ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളുടെ SIP-യിൽ എത്ര പണമാണോ ഇതുവരെ ഉള്ളത് ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും. സോ നമ്മൾ എങ്ങനെയാണ് SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് 21 രൂപ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 22 ലക്ഷം രൂപ ലഭിക്കുന്നത്, അതുപോലെ 151 രൂപ നിക്ഷേപിച്ചാൽ 1,63 ലക്ഷം രൂപയും എത്ര നാളിനുള്ളിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. ഇവിടെ ഞാൻ 30 വർഷത്തെ ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 30 വർഷത്തേക്കുള്ള നിക്ഷേപത്തിന്റെ ഒരു കണക്കാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ 30 വർഷം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അതല്ല കുറച്ചുകൂടെ ഷോർട്ട് ടേമിലേക്കാണ് നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ട് എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം നിക്ഷേപ പ്ലാനുകളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ SIP പോലെയുള്ള നിക്ഷേപ മാർഗ്ഗത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ലോങ് ടേമിലേക്കുള്ള നിക്ഷേപ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ഷോർട്ട് ടേമിലേക്ക് നിക്ഷേപിക്കുന്നതിനെ കൊണ്ട് കാര്യമായിട്ടുള്ള മെച്ചമോ ബെനിഫിറ്റോ ഒന്നും അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ലോങ് ടേമിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകാൻ കൂടുതലും സാധ്യത. ഇനി ഡെയിലി നമ്മൾ 21 രൂപ വരെ നിക്ഷേപിച്ചാൽ അത് എങ്ങനെയാണ് 22 ലക്ഷം രൂപയായി മാറുന്നത്? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനായിട്ടുള്ള ഒരു ടൂളാണ് ഡെയിലി SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. സോ ഡെയിലി SIP കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് 21 രൂപ 22 ലക്ഷം രൂപയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ അവിചാരിതമായ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ ഒരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എപ്പോഴാണ് നമുക്ക് ഒരു അപകടം പറ്റുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി ഉണ്ടാകുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെടുന്നത് കാശിന് വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ പണത്തിന്റെ ലഭ്യത ഇല്ലായ്മ ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മളെ കൊണ്ട് ചാടിച്ചേക്കാം. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ടേം ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. അത്തരത്തിൽ മികച്ച ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? വെറും 600 മുതൽ 700 രൂപ വരെ പ്രതിമാസ പ്രീമിയം അടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 2 കോടി രൂപ വരെയുള്ള ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭ്യമാണ്. പോളിസി ബസാറിൽ നിങ്ങൾക്ക് 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൂടാതെ അവരുടെ പേഴ്സണൽ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനായി ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് വാങ്ങാവുന്നതാണ്. അതുമാത്രമല്ല 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കും. ടേം ഇൻഷുറൻസിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കി. പക്ഷെ നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും അവിടെയും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യകതകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രാധാന്യം. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും എടുക്കാവുന്നതാണ്. പ്രതിമാസം 400 മുതൽ 500 രൂപ വരെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 25% ഡിസ്കൗണ്ടും ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും നിങ്ങൾക്ക് ലഭിക്കും. 51ലധികം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പോളിസി ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ പോളിസി ബസാറിന്റെ പേഴ്സണൽ അസിസ്റ്റൻസും ഇവിടെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സോ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ടിൽ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഡെയിലി SIP കാൽക്കുലേറ്റർ വർക്ക് ആവുന്നത് എന്നാണ്. നമുക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് പോകാം. അപ്പോൾ ഡെയിലി SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ടൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഡെയിലി SIP ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇപ്പോൾ ദിവസേന 100 രൂപ എന്ന് പറയുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു നമ്പർ അവിടെയുണ്ട്. നമ്മൾ 21 രൂപ നിക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് റിട്ടേൺ വരുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. സോ 21 രൂപയാണ് നമ്മൾ ഡെയിലി SIP-യിലേക്ക് ഒരു ദിവസം നിക്ഷേപിക്കുന്ന തുക. എക്സ്പെക്ടഡ് റിട്ടേൺ, അതായത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ 12%. പക്ഷേ 12 നമുക്ക് കൂടാം കുറയാം. അതിൽ തൽക്കാലം നമുക്ക് മാറ്റമൊന്നും വരുത്താനില്ല. തൽക്കാലം 12% റിട്ടേൺ എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ പോകുന്നത്. ടൈം പീരിയഡ് 30 വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നിരിക്കട്ടെ. ഇവിടെ 10 വർഷമാണ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. പക്ഷേ 30 വർഷം എന്ന് പറയുന്ന ഒരു കാലയളവിലേക്കാണ് നമ്മൾ 21 രൂപ വെച്ച് നിക്ഷേപിക്കാൻ പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രീക്വൻസി ഡെയിലി, അതായത് ഇവിടെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഡെയിലിയാണ്, ദിവസേനയാണ് നമ്മൾ 21 രൂപ വെച്ച് 30 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നത്. 12% റിട്ടേൺ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം നമ്മൾ ടോട്ടൽ നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് 2,29,950 രൂപ. കിട്ടാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 20,43,251 രൂപ. ടോട്ടൽ
മുതലും പലിശയും അടക്കം മൊത്തം നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 22,73,201 രൂപ. അതായത് 21 രൂപ 12% റിട്ടേണിൽ 30 വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 22.25 ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നു. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 21 മാറ്റിയിട്ട് നമ്മളൊരു 101 രൂപയാക്കുന്നു എന്നിരിക്കട്ടെ. ടൈം പീരീഡ്, അതായത് നിക്ഷേപ കാലയളവ് 30 വർഷം എന്നുള്ളത് നമ്മൾ 20 വർഷം ആക്കും. റിട്ടേൺ ഒരു 10% ആണ് എന്നിരിക്കട്ടെ. ഡെയിലി SIP നമ്മൾ 101 രൂപ വെച്ച് 10% റിട്ടേണിൽ 20 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ നിക്ഷേപിക്കുന്ന തുക 7,37,300 രൂപ. നമുക്ക് കിട്ടുന്ന പലിശ ഇനത്തിൽ മാത്രം കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 16,17,924 രൂപ. അതായത് ഇരട്ടിയിലും അധികം റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ടോട്ടൽ വാല്യൂ 23,55,224 രൂപ നമുക്ക് ടോട്ടൽ വാല്യൂ ആയിട്ടും ലഭിക്കും. അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് ഡെയിലി SIP, അത് എങ്ങനെയാണ് അതിലേക്ക് നിക്ഷേപിക്കുന്നത്, എത്തരത്തിലുള്ള റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഡെയിലി SIPയിലേക്ക് നിക്ഷേപിക്കുന്ന ടൂള് ഏതാണ്, എങ്ങനെയാണ് അതിലേക്ക് നിക്ഷേപിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള റിട്ടേൺ ആണ് അതിൽ നിന്ന് ലഭിക്കുന്നത്, റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ SIPയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റായും രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളിൽ നിക്ഷേപ താല്പര്യം ഉണർത്തുക. നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി തീർച്ചയായും ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.